അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി ശരിയും തെറ്റും അടയാളപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ ചോദ്യം, പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു. തെറ്റ്. തബ്ബലക എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. തെറ്റ്. എത്യോപ്യൻ രാജാവ് നജാഷി. ശരി. ആമുൽ ഹുസൻ ഉണ്ടായത് നുബുവത്തിൻ്റെ 10ാം വർഷം. ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളാണ് ബനു സഖീഫ് ഗോത്രക്കാർ. ശരി. നീനുവ നിവാസിയാണ് അദ്ദാസ്. ശരി. ആക്ടിവിറ്റി 2 യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, 5 വഖത്ത് നിസ്കാരം ഫർലാക്കപ്പെട്ടത് മിഅ്റാജ് രാത്രിയിലാണ്. രണ്ടാമത്തെ ചോദ്യം, മദീന അറിയപ്പെട്ടിരുന്നത് യസ്രിബ് എന്ന പേരിലായിരുന്നു. 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിച്ചു. നാലാമത്തെ ചോദ്യം, ഹിജ്റത്ത് ഷരീഫയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അഞ്ചാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തു പുത്രൻ സയ്യിദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു അൻസ്വാറുകൾ. രണ്ടാമത്തെ ചോദ്യം, നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇസ്രാവും മിഅ്റാജും. നാലാമത്തെ ചോദ്യം, നുബുവത്തിൻ്റെ 13ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു സ്വഹാബികളുടെ ഹിജ്റ. അഞ്ചാമത്തെ ചോദ്യം, പുതപ്പിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ വെപ്രാളപ്പെട്ടു. നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, മുഹാജിറുകൾ. വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്ക് മുഹാജിറുകൾ എന്ന് പറയും. രണ്ടാമത്തെ ചോദ്യം, അൻസ്വാറുകൾ. മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾക്ക് അൻസ്വാറുകൾ എന്നും പറയുന്നു. മൂന്നാമത്തെ ചോദ്യം, മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജുമുഅ നിർവഹിച്ച സ്ഥലം ബത്നുൽ വാദി. നാലാമത്തെ ചോദ്യം, മുനാജാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. നുബുവത്തിൻ്റെ 13ാം കൊല്ലം ഹജ്ജ് കാലത്ത് മദീനക്കാരായ എത്ര പേരാണ് ഇസ്ലാം സ്വീകരിച്ചത്? അവരിൽ എത്ര ഗോത്രത്തലവന്മാരുണ്ടായിരുന്നു? നുബുവത്തിൻ്റെ 13ാം കൊല്ലം ഹജ്ജ് കാലത്ത് 70 പേരാണ് ഇസ്ലാം സ്വീകരിച്ചത്. അവരിൽ 12 പേർ ഗോത്രത്തലവന്മാരായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴികാട്ടി ആരായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു അരിഖത്ത് ദുഅലി എന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ഹിജ്റ പോവാൻ അനുവാദം നൽകി. എപ്പോൾ? മക്കയിലുള്ള മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ. അടുത്ത ചോദ്യം, മുഹാജിറുകളും അൻസ്വാറുകളും അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരായിരുന്നു. എന്തുകൊണ്ടല്ല? മുഹാജിറുകൾ ഹിജ്റ കൊണ്ടും അൻസ്വാറുകൾ നുസ്റ കൊണ്ടും അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരാണ്. അതിലെ അവസാനത്തെ ചോദ്യം, മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ പള്ളി ഏതാണ്? മസ്ജിദുൻ നബവി. അവസാനത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. ഗുഹാമുഖത്ത് ഡാഷ് വല കെട്ടിയതും ഡാഷ് കൂട് കെട്ടി അടയിരുന്നതും അവർ ഗുഹയിൽ പ്രവേശിക്കാതിരിക്കാൻ കാരണമായി. ഗുഹാമുഖത്ത് ചിലന്തി വല കെട്ടിയതും മാടപ്രാവ് കൂട് കെട്ടി അടയിരുന്നതും അവർ ഗുഹയിൽ പ്രവേശിക്കാതിരിക്കാൻ കാരണമായി.